എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നഫ്രത്ത് കാ സർബത്താണ്. ഇത് വളരെ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ഈ ഒരു നോയമ്പ് കാലത്ത് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു സർബത്ത് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് നഫ്രത്ത് കാ സർബത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 2 ആപ്പിൾ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ആപ്പിളിന്റെ തോലെല്ലാം കട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് 2 ആപ്പിള് കുറച്ച് പാലില് ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഞാനിതൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 സ്പൂൺ അളവില് ചിയ സീഡ് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തി വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കാം. നമ്മളിതിലേക്ക് മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു കണ്ടൻസ് മിൽക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇനി നല്ലോണം തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി 2 ഗ്ലാസ് എടുത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചിയ സീഡ് ചേർക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിൾ ചേർക്കാം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന്റെ മേലെയായിട്ട് കുറച്ച് കസ്കസും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല പൊളി ഐറ്റം നഫ്രത്ത് കാ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.